ഹല്ലേലൂയ. ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം ഈ പ്രേരണ കടന്നു വരുവാൻ സ്വക്കം നമുക്ക് ഇടയാക്കിയല്ലോ. ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ ഒരു പുതുവർഷം ഹല്ലേലൂയ ആത്മീയമായി നിലനിൽപ്പാൻ ആവശ്യമാകുന്ന ആത്മീയ ബലവും ശക്തിയും പ്രാപിപ്പാൻ അത് മുഖാന്തരമാക്കി തീർക്കുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺ മൊറീസ് പാസ്റ്റർ നമ്മളെ ന്യൂ ഇയർ സന്ദേശം നമുക്ക് തരും. അതിനുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായി സിസ്റ്റർ ബീന ദൈവത്തിന് മാത്യുവിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. മനമേ കർത്തൻ നാമത്തെ ആരാധിക്കാം. പാടുക മനമേ, ഓ മനമേ, ശുദ്ധനാമത്തിനാരാധന. വന്നൊരു നൽ പുതുപുലരി നിനക്കായി വന്നു പാടിയിടുക തൻ ഗീതികൾ. ഇന്നെന്നുമെൻ പാതയിൽ വന്നു ഭവിച്ചാലും ഇന്നന്തി നേരവും പാടുമേ ഞാൻ. വാഴ്ത്തുക മനമേ, ഓ മനമേ, കർത്തൻ നാമത്തെ ആരാധിക്കാം. പാടുക മനമേ, ഓ മനമേ, ശുദ്ധനാമത്തിനാരാധന. സ്നേഹത്തിൽ ധനികന്നി ദീർഘശമാലോ ഉന്നതനാമം ദയാഹൃദയൻ. നന്മകളെല്ലാം ഞാൻ പാടുമനന്തം. 10,000 കാരണമാ. വാഴ്ത്തുക മനമേ, ഓ മനമേ, ശുദ്ധനാമത്തെ ആരാധിക്കാം. പാടുക മനമേ, ഓ മനമേ, ശുദ്ധനാമത്തിനാരാധന. അന്നൊരു നാളിലൻ ദേഹം ക്ഷയിക്കുമ്പോൾ എന്നന്ത്യം എൻ മുമ്പിൽ വന്നിടുമ്പോൾ അന്നുമെൻ മാനസം നിരന്തരം പാടും. 10,000 ആണ്ടും എന്നുമെന്നും. വാഴ്ത്തുക മനമേ, ഓ മനമേ, കർത്തൻ നാമത്തെ ആരാധിക്കാം. പാടുക മനമേ, ഓ മനമേ, ശുദ്ധനാമത്തിനാരാധന. സ്വർഗീയ നാട്ടിൽ പ്രിയൻ തീർത്ത വീടതിൽ സ്വർഗീയ സൂനുവിൻ വൻ സഭയിൽ ചെന്നു ഞാൻ പാടും നിയോഗേനാം കുഞ്ഞാടാം. 10,000 ധർമ്മത്തെ. വാഴ്ത്തുക മനമേ, ഓ മനമേ, കർത്തൻ നാമത്തെ ആരാധിക്കാം. പാടുക മനമേ, ഓ മനമേ, ശുദ്ധനാമത്തിനാരാധന. താങ്ക് യു. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. പുതുവർഷത്തിൽ ആത്മീയമായി നമുക്ക് പുതിയ ബലം തരത്തക്ക നിലയിൽ കർത്താവിന്റെ ദാസരുടെ നമുക്ക് പാട്ട് കേൾപ്പാൻ തക്കവടിയായിരുന്നല്ലോ. പ്രൈസ് ഹൃദയം നിറഞ്ഞ് നാം കർത്താവിനെ വാഴ്ത്തണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ നാമത്തിനായി പാടണം.
കർത്താവിനെ ആരാധിക്കണം. കാരണം കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് നൽകി തന്ന നന്മകൾ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതേ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യഹോവ നല്ലവൻ, രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യം. നീ കർത്താവിനെ കാലാകാലങ്ങളായി കണ്ടുമുട്ടുവാൻ സ്വർഗ്ഗം നമുക്ക് ഭാഗ്യം നൽകി. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവത്തെ രുചിച്ചറിയുവാൻ നമുക്ക് ഇടയാക്കി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളിൽ ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധ്യമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതേ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനം ഒരുക്കാൻ പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെട്ടവനോടൊപ്പമായി ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. അതിനായി ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ബൈസോൾ ഹല്ലേലൂയ, ആ ലക്ഷ്യത്തിലേക്ക് ഓടുന്നവരാണ് നാം. ദൈവത്തിന് സ്തോത്രം. ആകിയാൽ ഈ പുതുവർഷത്തിലും ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകാതെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവവചനപ്രകാരം നമുക്ക് ഓടാം. അതിലെ ഈ പാട്ടിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയല്ലോ. പാട്ടുപാടി ദാസിയെ കുടുംബമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവാസങ്ങൾ ഒരുക്കി മാനിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാട്ടുപാടിയ സിസ്റ്റർ ബീന മാത്യുവിനെ ഓർത്ത്, ഇന്ന് വനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ വലിയദാസൻ ഡോക്ടർ ജോൺ മൊറീസ് പാസ്റ്ററെ ഓർത്ത്, പേരലിനെ ഓർത്ത്, പേരലായിരിക്കുന്ന ഏവരെ ഓർത്ത്, പേരലായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, കർത്താവേ, ഈ പുതിയ വർഷത്തിന്റെ ഈ 1-ാം ദിവസം സന്ധ്യാസമയം കർത്താവേ, ഹല്ലേലൂയ അപ്പച്ചാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ ദൈവമേ, വചനം പഠിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ അപ്പാ, ദൈവമേ, ഇത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കർത്താവെ ഒരുക്കി തന്ന കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. അവർക്ക് കൊടുത്ത ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ, ഹല്ലേലൂയ അപ്പച്ചാ. ഈ പുതുവർഷം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വർഷമാക്കി തീർക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്ന വർഷമാക്കി തീർക്കണമേ കർത്താവെ. അനേകർ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്ന വർഷമാക്കി കർത്താവ് ഞങ്ങൾ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേക ജീവിതങ്ങൾ പുറത്തു വരുന്ന വർഷമായി കർത്താവെ തീർക്കണമേ കർത്താവെ. എല്ലാം തിരുനാമ മഹത്വത്തിനായി ചെയ്യുവാൻ സഹായിക്കണമേ. നന്മകളെ കാണുന്ന വർഷമായി കർത്താവ് തീർക്കുവാൻ പോകുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വർഷമാക്കി, ദൈവശബ്ദത്തിനായി കാത്തിരിക്കുന്ന വർഷമാക്കി കർത്താവ് തീർക്കുവാൻ പോകുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആ ഉയർപ്പിന്റെ ശക്തി, ഉയരത്തിലെ ശക്തി, ആത്മനിറവ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളിൽ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും കർത്താവേ, ഹല്ലേലൂയ അപ്പച്ചാ, വർദ്ധനയുടെ കർത്താവേ, ഈ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമക്കൾക്ക് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിയുവാൻ കർത്താവേ ഒരു വിടുതലിന്റെ വർഷമാക്കി കർത്താവ് തീർക്കുവാൻ പോകുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ അപ്പച്ചാ, ലൈൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവേ, ദേവദാസനായി കർത്താവേ, ഹല്ലേലൂയ അപ്പച്ചാ, കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അഭിഷേകത്തോടെ ലീഡ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നു ഓർത്ത് സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ കേൾക്കുന്നവരായി മാത്രമല്ല കർത്താവേ, ഹല്ലേലൂയ, അതിനെ അനുസരിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെ നിത്യതയോട് അടുപ്പിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. വചനവുമായി കടന്നു വരുന്ന ദൈവദാസനെ കർത്താവേ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിന്റെ വാതിൽ കർത്താവ് തുറന്നു കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച് അധികാരത്തോട്, അഭിഷേകത്തോട് കർത്താവെ, ആത്മനിറവോട് ഞങ്ങളോട് വിളിച്ചറിയിക്കുമ്പോൾ കർത്താവ്
കർത്താവേ. ഈ വചനം ഞങ്ങൾക്ക് കർത്താവേ അനുഗ്രഹമായി വിടുതലായി ഉപകാരമായി കർത്താവേ ഹല്ലേലൂയ സൗഖ്യമായി ഒക്കെ തീരുവാൻ സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ അല്പസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കേണ്ട കർത്താവേ. ഹല്ലേലൂയ വചനം പാട്ടുപാടിയ കർത്താവേ വിനായെയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കുടുംബത്തെയും കർത്താവേ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് സഹായിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ അപ്പച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് കർത്താവെ മറുപടി തരുന്നോർത്ത് സ്തോത്രം. സകലമാനവും മഹത്വവും പൂഴ്ചയും ബഹുമാനവും എല്ലാ അപ്പച്ചന് മാത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥികർത്താവിന്റെ ആവശ്യ കുടുംബമായി ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വചന കഴിവിക്കായി നമ്മുടെ കാതുകളെ തിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം സൂക്ഷിക്കുന്നതായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺ മറീസ് പാസ്റ്റർ ക്ഷണിക്കുന്നു. താങ്ക് യു. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. 2020 ഒന്നാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 2019 അത് ഇന്നലെയായി മാറിക്കഴിഞ്ഞു. 2020 ചലഞ്ചസ് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ അതിനെ അഭിമുഖീകരിക്കുവാനും ഒരു ജയജീവിതം ചെയ്ത് നമ്മുടെ കർത്താവിനു വേണ്ടി കാത്തിരുന്ന് ജീവിപ്പാനും തക്കവണ്ണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം ഈ സന്ധ്യാസമയത്ത് കർത്തൃസന്നിധിയിലായിരിക്കുന്നു. 2020 അതായത് BC വർഷങ്ങളും അതുപോലെ AD വർഷങ്ങളും കൂടെ നാം നോക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ 2020 എന്ന് പറയുമ്പോൾ 6020 വർഷം 4000 വർഷമാണ്. BC 4000 വർഷമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്. ജനിച്ചതിന് ശേഷം 2020 6020 വർഷമാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഹല്ലേലൂയ ഗ്രിഗേറിയൻ കലണ്ടറിലെ ഹല്ലേലൂയ അവരുടേതായിട്ടുള്ളതായ കണക്കുകൂട്ടലുകളിൽ അല്പമായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ അംഗീകരിക്കുന്നതായ കാര്യങ്ങളാണ്. യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ചിട്ട് കോമൺ എറ അനുസരിച്ചിട്ട് 5779 വർഷമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെയും കണക്കൂട്ടലുകൾ 100% ശരിയാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവ് വരുന്നത് എന്ന് നമുക്കറിയത്തില്ല. അത് ഈ വർഷമാകാം, ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസമാകാം. നമ്മുടെ കർത്താവിന് വേണ്ടി നാം ഒരുങ്ങി പാർത്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായ കാഴ്ചപ്പാടും നമ്മുടെ പ്രധാനമായ ലക്ഷ്യവുമായിരിക്കേണ്ടത്. 2019 ഉള്ള ചലഞ്ചസിന് അപ്പുറമായിട്ടുള്ള ചലഞ്ചസ് ആണ് 2020 നമുക്കുണ്ടാകുവാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയും ഭക്തിയും ദൈവകൃപയും കർത്താവിന്റെ സാന്നിധ്യവും നമുക്ക് ഈ വർഷം വളരെ ആവശ്യമാണ്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ ടെക്സ്റ്റിനായിട്ട് ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. Gospel of Luke chapter 4 verse 5 to 8. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 2-ാം വാക്യം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. അതെ, വായിച്ചാട്ടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും
അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിനെ മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ക്രിസ്തുവിനെ സാത്താനിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്നതായ ശക്തിയും അധികാരവുമാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, വചനം ഐശ്വര്യമായി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആലോചനകളാണല്ലോ ഞങ്ങൾ വായിച്ചത്. ഇന്ന് രാത്രി കർത്താവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ഏഴയുടെ അധരത്തിൽ ബുദ്ധിയിൽ അവിടുന്ന് ദൂത് നൽകുമാറാകണമേ. ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിൽ അത് കടന്നു വരുവാനും 100 മേനി വിളയുന്ന ഒരനുഭവം ഉണ്ടാകുവാനും കർത്താവ് ഇടയാക്കണമേ. വചന കേൾവിക്കെതിരായുള്ള ദുഷ്ടന്റെ പോരുകളും ആഴങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ ഫൽസിച്ച് അകറ്റുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ കർത്താവിനും മഹത്വം കരയറ്റുകയാണ്. അവിടെയായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഹത്വം എടുക്കണം യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വരുവാൻ പോകുന്ന ക്രിസ്തുവിനെയുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാനാൽ സ്നാനമേറ്റതിനു ശേഷം ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത്. 3 വിധ പരീക്ഷകൾ നമ്മുടെ കർത്താവിനെ അവിടെ കൊടുക്കുന്നു. അതിൽ ഒരു പരീക്ഷയാണ് 5-ാം വാക്യം മുതൽ അതിന്റെ 8-ാം വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ കർത്താവിനെ. ഹല്ലേലൂയ. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയ കർത്താവിനെ ഈ ലോകത്തിലുള്ളതായ സകല മഹത്വവും ഹല്ലേലൂയ അതിന്റെ അധികാരവും അതിൻ്റെതായിട്ടുള്ളതായ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് സാത്താൻ പറയുകയാണ്, നീ എന്നെ ഒന്ന് വീണു നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിനക്കു തരാം എന്ന് പറയുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സാത്താനെ ഫൽസിച്ചിട്ട് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താനെ ഫൽസിച്ച് അവന്റെ മേൽ ജയമെടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവവചനത്തിൽ കൂടെ ഹല്ലേലൂയ ജയമെടുക്കുന്ന കർത്താവിനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആ ആത്മാവിന്റെ ബലത്തിൽ തന്നെ ഉൾക്കാഴ്ചയിൽ തന്നെ സാത്താന്യ ശക്തികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ഈവിനെ അറിയാം. ഹല്ലേലൂയ. ഹവ്വ കണ്ടു മോഹിച്ചു പെട്ടെന്ന് ഹല്ലേലൂയ കാമ്യമായ ഹല്ലേലൂയ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നു. അത് മുഖാന്തരം ഇന്ന് മാനവജാതിക്ക് ഉണ്ടായിരിക്കുന്നതായ പാപത്തിന്റെ പങ്കുലകൾ, അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന രോഗം, മരണം, ശാപം, ഹല്ലേലൂയ മുള്ളും പറക്കാരെയും, ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, രക്തച്ചൊരിച്ചിൽ, സകല അശുദ്ധിയും മ്ലേച്ഛതയും ഒക്കെ ഹല്ലേലൂയ അന്ന് ഹല്ലേലൂയ സാത്താന്റെ വാക്ക് ഹല്ലേലൂയ കേട്ടുകൊണ്ട് ഹല്ലേലൂയ ഹവ്വ ചെയ്ത പാപത്താലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ പരീക്ഷകളാണ് ദിവസം തോറും നിമിഷം തോറും നാം അഭിമുഖീകരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ജോസഫിനെ പോലെ അവയിന്മേൽ ജയം നേടുന്നവരായിരിക്കണം നാം. ദാനിയേലിനെ പോലെ പ്രാർത്ഥനയിൽ കൂടെ അവയിന്മേൽ ജയം നേടുന്നവരായിരിക്കണം നാം. ഹല്ലേലൂയ. ചന്ദ്രക്ക് മേശക്ക് അബേദ്രഹുവിനെ പോലെ വിശ്വാസത്താൽ അവയുടെ മേൽ ജയം നേടുന്നവരായിരിക്കണം. 2020 അനേക പരീക്ഷകൾ നമുക്ക് നേരിടും. എന്നാൽ അവയൊക്കെയും ജയിക്കുവാനുള്ള ബലം പരിശുദ്ധാത്മാവിനാൽ കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ഈ സാത്താനെ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും മഹിമകളും ഒക്കെ കാണിച്ചപ്പോൾ ഹല്ലേലൂയ ആ സാത്താനെ ഓടെ അനുസരിക്കാതെ അവനെ ഫൽസിക്കുവാനുള്ള കാരണം
പലതാണ്. ഒന്ന്, ഹല്ലേലൂയ, സാത്താൻ ഒന്നാണ് കാണിച്ചത്, എന്നാൽ നമ്മുടെ കർത്താവ് കണ്ടത് മറ്റൊന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. 2020 ഹല്ലേലൂയ നമ്മുടെ മെസ്സേജിന്റെ ടൈറ്റിൽ തന്നെ ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എ സ്പിരിച്വൽ 2020 വിഷൻ. ഹല്ലേലൂയ, 2020 എന്ന് പറയുമ്പോൾ 2020 ഹല്ലേലൂയ ഒരു ആത്മീകമായ 2020 ഒരു പെർഫെക്റ്റ് കാഴ്ചപ്പാട് നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രിയിലത്തെ മെസ്സേജിൻ്റെതായിട്ടുള്ളതായ ആ ദൈവിക പദ്ധതി, അതിൻ്റെതായിട്ടുള്ള ആഗ്രഹം, അതാണ് നമ്മുടെ ടൈറ്റിൽ തന്നെ, എ സ്പിരിച്വൽ 2020 വിഷൻ. കർത്താവെ എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വേണം, ഹല്ലേലൂയ, സ്തോത്രം, നാം ഇന്നത്തെ മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സാത്താനെ ജയിച്ചതായ പല കാരണങ്ങൾ. ഹല്ലേലൂയ. ഒന്ന്, താൻ ആരെന്ന് താൻ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവപുത്രനായ ക്രിസ്തു, ഹല്ലേലൂയ, സാത്താനെയും സൃഷ്ടിച്ചവൻ താൻ ആരെന്ന് അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാട്, ഹല്ലേലൂയ, നമ്മുടെ സ്പിരിച്വലായി തുറന്നിട്ട്, ഹല്ലേലൂയ, നാം ആരെന്ന് നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, ഞാൻ യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഒരു ദൈവ പൈതലാണ്. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന താടിമോടികളെയൊക്കെ പിന്നാലെ പോകുവാനല്ല കർത്താവ് എന്നെ വിളിച്ചത്. എന്റെ ആത്മീക കണ്ണു തുറന്ന്, എന്റെ സ്പിരിച്വൽ 2020 വിഷൻ തുറന്ന് ഞാൻ ആരെന്നും മനസ്സിലാക്കി കൊണ്ടുവരണം. ഹല്ലേലൂയ, 2020 മുഴുവനും ഹല്ലേലൂയ നാം നടക്കേണ്ടത്. രാവും പകലും, ജോലിക്ക് പോകുമ്പോഴും ജോലിയിൽ നിന്ന് വരുമ്പോഴും, വാഹനങ്ങൾ ഓടിക്കുമ്പോഴും, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോഴും നാം ആരെന്ന് നാം അറിയണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹല്ലേലൂയ സാത്താനെ ഫൽസിക്കുന്നത് മനസ്സിലാക്കുന്നത്. രണ്ടാമതായി, സാത്താൻ ആരെയെന്ന് ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ അറിയാമായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം അതും മനസ്സിലാക്കണം. നാം ആരെന്നും മനസ്സിലാക്കണം. നമ്മെ അഭിമുഖീകരിക്കുന്ന വ്യക്തി ആരെന്നും മനസ്സിലാക്കണം. ഹവ്വ അത് മനസ്സിലാക്കാതെ പോയത് കൊണ്ടും, ഹല്ലേലൂയ, അവൾ അത് മനസ്സിലാക്കിയിട്ടും ഈ സാത്താനോടെ, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട ഈ പഴയ പാമ്പായ പിശാചിനെ ഫൽസിച്ച് പുറത്താക്കാതെ, ഹല്ലേലൂയ, അതിനോട് സംസർഗം തുടങ്ങുവാൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് അവൾ പെട്ടെന്ന് പാപത്തിലേക്ക് വീണത്. നാം ആരാണെന്ന് മനസ്സിലാക്കണം. നാം ദിവസം പ്രതി അഭിമുഖീകരിക്കുന്ന ഹല്ലേലൂയ വ്യക്തികളാരെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ, പാപത്തിൻ്റെതായ വശീകരണ വാക്കുകളിൽ കൂടെ നമ്മെ ഹല്ലേലൂയ ആരഭിമുഖീകരിച്ചാലും അത് കർത്താവിന്റെ ഏജന്റ് അല്ല, സാത്താന്റെ ഏജന്റ് ആണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ സാത്താൻ ഓരോ ചിന്തകൾ ഇടുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നല്ല, ഇത് ദൈവത്തിന്റെ വചനപ്രകാരമല്ല, ഇത് സാത്താനിൽ നിന്നാണെന്ന് മനസ്സിലാക്കി സാത്താനെ നാം ഫൽസിക്കുന്നവരായിരിക്കണം. അങ്ങനെ നമുക്ക് ഒരു ജയജീവിതം ചെയ്യുവാൻ സാധിക്കും. മൂന്നാമതായി, നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ അവൻ എന്തൊന്നിനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നറിയാമായിരുന്നു. അവൻ സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ഭൂമിയിലേക്ക് വന്നു എന്നാണ് തിരുവചനം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. He knew why he came to this world. ഹല്ലേലൂയ, നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നത് എന്തിനാണ്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഞാനൊരു ദൈവ പൈതലായി തീർന്നത് എന്തിനാണ് എന്നുള്ള ആ വലിയ 2020 വിഷൻ, ആ വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ പ്രാർത്ഥിക്കുകയാണ്. 4 പ്രാർത്ഥനകൾ അതിനകത്ത് കാണുന്നു. അതിങ്ങനെയാണ്. ഹല്ലേലൂയ, ചിലത് ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള
ആശ ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2020 ഹല്ലേലൂയ കർത്താവേ എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ. എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ മാത്രമേ ഞാൻ ആരെന്നെ ഗ്രഹിക്കുകയും എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുകയുമുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ നമുക്ക് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സെർമൺ ഓഫ് ദ മൗണ്ട് ഹല്ലേലൂയ അതിനകത്തെ ഹല്ലേലൂയ പഠിപ്പിക്കലിലുള്ള ഒരു പ്രധാന ഭാഗമാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. അത് ചൊവ്വുള്ളെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും, കേടുള്ളതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. ആ ഇരുട്ട് ഏറ്റവും ഭയങ്കരവുമായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യന്റെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയാണ്. നമ്മുടെ പുറത്തേ ഉള്ള മനുഷ്യന്റെ കണ്ണിനേക്കാൾ നമ്മുടെ അകത്തേ ഉള്ള മനുഷ്യന്റെ കണ്ണ് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് സഭായുഗങ്ങളിലേക്ക് നാം നോക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ ഡിനോമിനേഷനുകളില് അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകളില് ഒക്കെയും എത്രയധികം കാഴ്ചപ്പാടോടുകൂടെയാണ് അവർ ഓരോ ശുശ്രൂഷകളും ചെയ്യുന്നത്, ഓരോ ആരാധനയിലും പങ്കുകൊള്ളുന്നത് എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നീ കുരുടൻ, ഹല്ലേലൂയ നീ ദരിദ്രൻ, ഹല്ലേലൂയ എന്ന് നീ അറിയായിക കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നിന്റെ കണ്ണിൽ എഴുതുവാൻ ഹല്ലേലൂയ ലേപം വിലയ്ക്ക് വാങ്ങുക. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹല്ലേലൂയ you get the anointing into your eye. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കണ്ണിന് ഒരു അനോയിന്റിങ് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ കർത്താവേ എന്റെ കാഴ്ചപ്പാടുകൾക്ക് ആത്മാവിന്റെ ഒരു അനോയിന്റിങ് എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ ലവോദിക്ക സഭയെ പറ്റി പറയുന്നത് നീ ഇത് അറിയുന്നില്ല എന്നാണ്. നീ കുരുടനാണെന്ന്, നീ അന്ധനാണെന്ന്, നീ ദരിദ്രനാണെന്ന്, നീ നഗ്നനാണെന്ന് നീ അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു വ്യക്തി നഗ്നനാണെന്ന് അറിയാതിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി ആരായിരിക്കും? നമുക്ക് ഏവർക്കും അറിയാം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തി എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആയിരിക്കും. ഹല്ലേലൂയ. മനസ്സിന്റെ ബുദ്ധി മാറിപ്പോയ ഒരു വ്യക്തിക്ക് നഗ്നമായി നടക്കുമ്പോൾ നഗ്നനാണെന്ന് മനസ്സിലാകാതിരിക്കുന്നത്, കണ്ണ് കാണാതിരിക്കുമ്പോൾ അന്ധനാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലവോദിക്ക സഭാ കാലയളവേ ഹല്ലേലൂയ ഒരു മാനസികമായ വ്യഥയിൽ കൂടെ ഹല്ലേലൂയ മനോവിഭ്രമമുള്ള ഒരവസ്ഥയിലായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സഭയെ വിളിച്ചിരിക്കുന്നത് നീ നിർഭാഗ്യൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിർഭാഗ്യൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം, ഭാഗ്യവാൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അകത്തെ കണ്ണു തുറന്നിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് പ്രഭാതത്തിലാണ് അതോ ഇന്നലെയാണ്, ഐ തിങ്ക് ഇന്നലെയാണ് ഹല്ലേലൂയ ഞാൻ ചില സോങ്സ് ഒക്കെ എടുത്ത് ഹല്ലേലൂയ വായിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇടയായി. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ ഫാനി ക്രോസ്ബിയെ പറ്റി നമുക്കറിയാം. അന്ധയായ ഒരു സ്ത്രീ ഹല്ലേലൂയ സ്തോത്രം 95-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഫാനി ക്രോസ്ബിയെ പറ്റി എത്രയോ ലേഖനങ്ങളും എത്രയോ മൂവികളുമാണ് പോയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നന്നാ ചെറുപ്പത്തില് ഹല്ലേലൂയ അവിടെ ഐ ഡോക്ടർ കൊടുത്തതായ ഒരു പ്രിസ്ക്രിപ്ഷൻ റോങ് ആയി പോയത് കൊണ്ട് അവൾ അന്ധയായി തീർന്നു പോയി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അവൾ വളർന്നു വന്നു. അവളുടെ 20 വയസ്സിനു ശേഷം ഹല്ലേലൂയ അവളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്
ഫാനി ക്രോസ്ബി ഹല്ലേലൂയ ദൈവസഭയ്ക്ക് കൊടുത്തത് 9,000 ഹീംസ് ആണ്. ചിലയിടത്ത് 7,000 ഉള്ളെന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഡ്രോ മീ നിയറർ ടു ദ ലോർഡ്, ഇതൊക്കെ ഫാനി ക്രോസ്ബി എഴുതിയതാണ്. 1-2 ഹല്ലേലൂയ. ഒരു വർഷം 70 വർഷമാണ്. ഹല്ലേലൂയ. അവൾ പുറമേ അന്ധയാണ്, എന്നാൽ അകമേ വലിയ കാഴ്ചപ്പാടുള്ളവളായിരുന്നു. നമ്മുടെ പുറമേ ഉള്ള കാഴ്ചയേക്കാൾ അപ്പുറമായി we must have an inner insight, a spiritual insight. നമ്മുടെ ഹൃദയദൃഷ്ടി ഈ 2020 ആയിട്ട് ഈ 2020 ആയിത്തീരണം. ഹല്ലേലൂയ. അവളെ പറ്റി എഴുതിയിരിക്കുന്നത് an average of 100 hymns ആണ് അവൾ എഴുതുന്നത്. ഹല്ലേലൂയ. ദൈവത്തിനു സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അവിടെ 70 വർഷം കൊണ്ട് ഹല്ലേലൂയ അവള് ഹല്ലേലൂയ സ്തോത്രം 1000 ഹീംസ് 70 വർഷം കൊണ്ട് ഹല്ലേലൂയ ഒരു വർഷത്തിൽ ഏകദേശം 1000 ഹീംസ് വെച്ച് 7000 ഹീംസ് ആണ് ഹല്ലേലൂയ അവൾ ഉണ്ടാക്കിയത്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കണം. ഹല്ലേലൂയ. 100 ഹീംസ്. ഹല്ലേലൂയ. അവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്ത് സമർപ്പിക്കപ്പെട്ടവളാണ്. ഒരു പാട്ട് എഴുതാൻ പ്രയാസമാണ്. ഹല്ലേലൂയ. 95-ാമത്തെ വയസ്സിലും അവൾ പാട്ട് എഴുതുകയാണ്. അവൾ എഴുതിയ പാട്ടുകളൊക്കെ ഹല്ലേലൂയ നാം ഇന്നും ഹല്ലേലൂയ ഡ്രോ മീ നിയറർ ടു ദ ബ്ലെസ്സഡ് ലോർഡ് എന്നൊക്കെയുള്ള പാട്ട് ഫാനി ക്രോസ്ബിയുടെയാണ്. ഹല്ലേലൂയ. അന്ധയായ ഒരു സ്ത്രീ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് വേണ്ടി 10,000 ഹല്ലേലൂയ പാട്ടുകൾ എഴുതിയവള്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ പലപ്പോഴും ടച്ച് ചെയ്യുകയും എന്റെ ഹൃദയം ഉരുകുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ ഞാൻ വാസ്തവത്തിൽ ഹല്ലേലൂയ പല ടേപ്പുകളും കാണാറുണ്ട്. ഹല്ലേലൂയ. ഇന്നാണ് ടേപ്പുകളും ഓൺലൈനിൽ കൂടെ കാണാൻ നല്ലതാണല്ലോ. ഹല്ലേലൂയ. എന്നാൽ പണ്ട് ഞാൻ പുസ്തകങ്ങൾ ബയോഗ്രാഫിക്കൽ ബുക്കുകളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഒരു ബയോഗ്രാഫിക്കൽ ബുക്ക് ഒരു ഭക്തന്റെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുളിർമയാകും. എന്റേതായിട്ടുള്ളതായ ദുഃഖങ്ങളൊക്കെ മാറിപ്പോകും. അങ്ങനെ ഞാൻ ക്രിസ്തുവിൽ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെയാണ് ഹല്ലേലൂയ എന്റെ ലൈബ്രറിയിലെ എത്രയോ ബയോഗ്രഫിക്കൽ ബുക്സ് ഇരിപ്പുണ്ട്. അതൊക്കെയും ഹല്ലേലൂയ വായിച്ച കർത്താവിൽ ബലപ്പെടുവാൻ തക്കവണ്ണം എനിക്കിടയായി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഇക്കാലങ്ങളിലെ ബയോഗ്രഫിക്കൽ ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹല്ലേലൂയ ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ഷോർട്ടായിട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടുകയാണ്. നിങ്ങൾ ഹല്ലേലൂയ സമയമുണ്ടെങ്കിൽ ക്രിസ്റ്റഫർ ഡോഫി എന്ന് പറയുന്ന ഹല്ലേലൂയ 18 വയസ്സേ ഉള്ളിപ്പോൾ. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ അപ്പനും അമ്മയും ഹല്ലേലൂയ ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു. അവരുടെ ഡ്രഗ്സ് കാരണം ഹല്ലേലൂയ 26-ാമത്തെ ആഴ്ചയിൽ ജനിച്ച ഒരു പ്രീമച്ചർ കുഞ്ഞാണ് ക്രിസ്റ്റഫർ എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. അവൻ ജനിച്ചിട്ടും ഹല്ലേലൂയ സ്തോത്രം ഇവര് ഡ്രഗിലായി. ഹല്ലേലൂയ സ്തോത്രം. കൊച്ചിനെ അഡോപ്ഷന് കൊടുത്തു. ഹല്ലേലൂയ ഫോസ്റ്റർ കെയറിൽ കൂടെ പോകുകയാണ്. എന്നാൽ ഈ ക്രിസ്റ്റഫറിന്റെ പിതാവിന്റെ പെങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ സ്നേഹമുണ്ടായിട്ട് ഈ ക്രിസ്റ്റഫറിനെ അഡോപ്റ്റ് ചെയ്യണം. അവർക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അതോടുകൂടെ ഹല്ലേലൂയ ഈ ക്രിസ്റ്റഫറിനെ അഡോപ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 26-ാമത്തെ ആഴ്ചയിലെ ജനിച്ചതുകൊണ്ട് അവന് 100% കാഴ്ചയില്ല. മാത്രമല്ല അവന് ഓട്ടിസമാണ്. ഹല്ലേലൂയ. ആരാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ, എപ്പോഴും രോഗമുള്ള ഒരു വ്യക്തിയെ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നത്? ദൈവസ്നേഹത്താൽ ഹല്ലേലൂയ ആ സ്ത്രീ അഡോപ്റ്റ് ചെയ്യുകയും അവളുടെ ഭർത്താവ് അതിനായി സമ്മതിക്കുകയും അവളുടെ കുഞ്ഞുങ്ങൾ മറ്റ് 4 കുഞ്ഞുങ്ങളും അവരുടെ ഒരു സഹോദരനായി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹല്ലേലൂയ. ആദ്യത്തെ 3-4 വർഷത്തോളം വലിയ പ്രയാസമായിരുന്നു. എന്നാൽ അവൻ സംസാരിക്കാൻ പ്രയാസമായിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ ഹമ്മ് ചെയ്യുവാനായിട്ട് തുടങ്ങി. അവൻ ഹമ്മ് ചെയ്തായ സന്ദർഭത്തിൽ അവന്റെ ടീച്ചർ പറഞ്ഞു, ഹിസ് പിച്ച് ഈസ് എ പെർഫെക്റ്റ് പിച്ച്. നല്ല പാട്ടുകാരനായിട്ട് അവൻ മാറി. എത്രയോ പാട്ടുകളാണ്. ഹല്ലേലൂയ. ക്രിസ്റ്റഫർ ഡോൾഫി ഹല്ലേലൂയ അന്ധനായവൻ ഹല്ലേലൂയ വടികുത്തി ഹല്ലേലൂയ പലരും അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. ഓട്ടിസമുള്ള കുഞ്ഞാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അവൻ പിയാനോ വായിക്കും. അന്ധനാണ്. ഹല്ലേലൂയ. അവൻ പാടുന്ന പാട്ടുകൾ കേൾക്കുവാൻ സ്റ്റേജിലേക്ക് അവൻ വന്നു കഴിയുമ്പോൾ
10,000-കണക്കിന് ആൾക്കാരാണ് കൂടുന്നത്. ഹല്ലേലൂയ. അവന്റെ ടേപ്പുകൾ മനുഷ്യർ വായിച്ച് കേൾക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഈ ക്രിസ്റ്റഫർ ഡോൾഫിയുടേതായിട്ടുള്ളതായ പാട്ട് ഹല്ലേലൂയ ഞാൻ കേട്ടിട്ട് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. അവന്റെ ബയോഗ്രഫി ഞാൻ അവന്റെ ടെസ്റ്റിമണി കേട്ടതായ സന്ദർഭത്തിൽ അവൻ തന്നെ പറഞ്ഞതുണ്ട്. ഹല്ലേലൂയ. അവന്റെ അഡോപ്റ്റഡ് മദർ പറഞ്ഞതുണ്ട്. ഇറ്റ് ഈസ് സോ ഗുഡ്. ഹല്ലേലൂയ. നിങ്ങളത് കാണുവാൻ തക്കവണ്ണം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലെ രാവിലെ ഹല്ലേലൂയ അവൻ പാടിയ ഒരു ടേപ്പ് ഹല്ലേലൂയ ഓൺലൈനിൽ കൂടെ ഞാൻ 2-3 പ്രാവശ്യം കേട്ടു. Open the eye of my heart, Lord. I want to see you. I want to see you high and lifted up, shining in the light of your glory. How beautifully he sang that song. Hallelujah. Stotram. And then, hallelujah, 18 വയസ്സ് ഇപ്പോഴുണ്ട്. ഹല്ലേലൂയ. ഓട്ടിസം ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നതാണ്. ഹല്ലേലൂയ. അവൻ പാടുകയാണ്, കർത്താവേ എന്റെ കണ്ണൊന്ന് തുറക്കണമേ, നിന്നെ ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ് ആയിട്ട് കാണുവാൻ എന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഹല്ലേലൂയ. ഈ 2020 ഈ സന്ധ്യാസന്ദർഭത്തിൽ ആദ്യത്തെ ദിവസം കർത്താവേ എന്റെ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറക്കണമേ, അങ്ങയെ കാണേണ്ടവണ്ണം കാണുവാൻ എനിക്ക് കൃപ തരുമാറാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ നേതാക്കന്മാരെയൊക്കെ കണ്ട് അവരുടേതായിട്ടുള്ള പുകഴ്ചകളും മഹിമകളും കൊണ്ട് ഈ ലോകത്തിന്റെ ന്യൂസുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന യുദ്ധങ്ങൾ എന്താണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊതിയാണ്. അതിരുകൾ വസ്തുക്കൾ പിടിച്ചടക്കുകയാണ്. ഹല്ലേലൂയ. വല്ലവന്റെയും ആക്രമിക്കുവാൻ വേണ്ടി അവനെ കൊന്നൊടുക്കുകയാണ്. ഇവയൊക്കെയും സാത്താന്റെ പ്രവർത്തന മണ്ഡലങ്ങളാണ്. വരുവാൻ പോകുന്ന എതിർ ക്രിസ്തു ഹല്ലേലൂയ സാത്താനിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് അവൻ ചെയ്യുവാൻ പോകുന്ന ദുരന്തങ്ങൾ ദാനിയേൽ പ്രവചനത്തില്, മറ്റ് പ്രവചന പുസ്തകത്തില്, വിശേഷാൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ എഴുതിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. താൽക്കാലികമായി ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന സാത്താൻ നൽകുന്നതായ സ്ഥാനങ്ങളോ മാനങ്ങളോ മഹിമകളോ ലോകത്തിന്റെ ഇമ്പങ്ങളോ ഒന്നുമല്ല എനിക്ക് വേണ്ടത്. എന്റെ കർത്താവിനെ കാണണം. എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണം. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ കാണേണ്ടവണ്ണം കാണുവാന് ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിങ്ങൾ തിയോളജി വായിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ അതിനകത്തെ ഹല്ലേലൂയ ബിയാറ്റിഫിക് വിഷൻ എന്ന് പറയുന്നതായ ഒരു ടെർമിനോളജി ഹല്ലേലൂയ കാണുവാനായിട്ട് സാധിക്കും. ബിയാറ്റിഫിക് വിഷൻ ഒരു തിയോളജിക്കൽ ടേമാണ്. സ്പെഷ്യലി കാതലിക് തിയോളജിയിലെ ഒരു ടേമാണ് ബിയാറ്റിഫിക് വിഷൻ എന്ന് പറയുന്നത്. മറ്റ് തിയോളജിക്കൽ ബുക്കുകളിലും നമുക്കത് കാണുവാനായിട്ട് സിംപ്ലി മീൻസ് ഹെവൻലി വിഷൻ, സ്വർഗീയമായ ദർശനം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ടേം തന്നെ ഇന്നത്തെ ലോകക്കാരെ അല്ലെങ്കിൽ മ്ലേച്ഛകരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ അനാവൃതമാക്കിയിരിക്കുന്നത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഒരു ബിയാറ്റിഫിക് വിഷൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാം. 1 യോഹന്നാൻ നമുക്കറിയാവുന്ന വാക്യമാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട്, അല്ലെങ്കിൽ കാണുന്നതാകൊണ്ട് അവനോട് സദൃശമാന്മാരാകും. നാം അവിടെ ആ ടെർമിനോളജി കേൾക്കണം. ഹല്ലേലൂയ. ആ ഇംഗ്ലീഷിൽ കുറെ കൂടെ കാണേണ്ടതാകൊണ്ട് എന്നുള്ളത് മലയാളത്തിൽ വളരെ വ്യക്തമാണ്. ഇംഗ്ലീഷിൽ ഫോർ എന്നുള്ളതായ ആ പദം കൂടെ, ആ വേർഡ് കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനോട്, നമ്മുടെ കർത്താവിനോട് നാം സദൃശന്മാരാകണമെങ്കിൽ, ആ വാക്യം ശരിക്കും പഠിച്ചാൽ നമ്മുടെ കർത്താവിനോട് ഹല്ലേലൂയ നാം സദൃശന്മാരായി വിണ്മയമായ ശരീരത്തോടുകൂടെ നാം ആയി തീരണമെങ്കിൽ നാം അവനെ
അവനായിരിക്കുന്നത് പോലെ കാണണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ഹെവൻലി വിഷനിലെ ആയിരിക്കുന്നത് പോലെ ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു. അതിന്റെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെസ്സേജ്. അതിന്റെ തേർഡ് ഭാഗമാണ്. ബാക്കി രണ്ട് ഭാഗവും ഞാൻ അങ്ങ് പർപ്പസ്ഫുള്ളി മാറ്റിയതാണ്. അത് പറഞ്ഞാല് ഇന്ന് അടുത്ത 1 മണിക്കൂർ 2 മണിക്കൂറുടെ പറയേണ്ടി വരും. ഹല്ലേലൂയ. ആദ്യമായിട്ട് നാം കാണുന്നത്, ഞാൻ പെട്ടെന്ന് 1-2 വാക്കിൽ പറയാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ബിയാറ്റിഫിക് വിഷൻ അല്ല, സ്വർഗീയമായ വിഷൻ അല്ല. ആദ്യം നമുക്ക് കാണേണ്ടത് കർത്താവിന്റെ ക്രൂശിലെ വിഷനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ക്രൂശിലെ വിഷൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം സ്വർഗീയമായ വിഷൻ കാണുമ്പോഴാണ് കർത്താവിന്റെ പാദപീഠത്തിങ്കിലേക്ക് എന്നിട്ട് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നീ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പാദപീഠത്തിൽ കിടന്ന് അവനെ ഹല്ലേലൂയ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നാം സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവിനെ കാണുന്ന, അല്ലെങ്കിൽ സ്വർഗീയമായ വെളിപ്പാടുണ്ടാകുമ്പോൾ നാം കർത്താവിനെ കാണുന്ന കാഴ്ചയാണ് ബിയാറ്റിഫിക് വിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് 1 യോഹന്നാൻ 3:2 മറ്റനേക വേദവാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒക്കെ യോഹന്നാനെ പോലെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കർത്താവിനെ സ്വർഗത്തിൽ കാണുന്നതാണ്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ബട്ട് നൗ. ഹല്ലേലൂയ സ്തോത്രം. ഞാനിപ്പോൾ സ്വർഗത്തിലല്ല, എന്നെ വിശ്വാസത്താൽ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഭൂമിയിലുള്ളത് കാണേണ്ടത് വിശ്വാസത്താൽ. എന്നാൽ ഞാനൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ബിയാറ്റിഫിക് വിഷൻ, എനിക്ക് ഒരു ഹെവൻലി വിഷൻ, എനിക്കൊരു സ്വർഗീയമായ ദർശനം ഹല്ലേലൂയ എന്റെ ഇന്നർ ഐ കൊണ്ട് എനിക്ക് കാണുവാൻ ഒക്കുമോ? ഒക്കും. അനേക വാക്യങ്ങളാണ് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അബ്രഹാമിനെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. അബ്രഹാമിനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക എബ്രായ ലേഖനത്തിൽ, അവനെ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഈ ലോകത്തിലെ ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഇവയൊക്കെയും എനിക്കായിരുന്നെങ്കിൽ കൊള്ളാമെന്ന്, ഹല്ലേലൂയ ഇതൊക്കെ നിനക്ക് തരാമെന്ന് നിന്റെ ഹൃദയത്തിൽ സാത്താൻ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ അതിനെയൊക്കെ പൽസിച്ച് പുറത്താക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് ഉയരങ്ങളുടെ ഉയരങ്ങളിലേക്ക്, നക്ഷത്രമണ്ഡലങ്ങൾക്കപ്പുറത്തെ, ആകാശമണ്ഡലങ്ങൾക്കപ്പുറത്തെ, സകല ഗോളങ്ങൾക്കും അപ്പുറത്തെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിലേക്ക് എടുക്കപ്പെട്ടിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മനോഹരമായ സ്വർഗീയ വിഷൻ, ഹല്ലേലൂയ ഒരു സ്വർഗീയ ദർശനം ഇന്ന് ഭൂമിയിൽ നമുക്കുണ്ട് എങ്കിൽ, ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന സ്ഥാനങ്ങളും മാനങ്ങളും മഹിമകളും ഒക്കെ വെറും മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവയെ ഹല്ലേലൂയ കാൽക്കീഴാക്കി അവയുടെ മേൽ ജയോത്സവം കൊള്ളുവാൻ ഇടയാക്കി തീരും. ഇതാണ് ഒരു ഹെവൻലി വിഷൻ, ഒരു 2020 വിഷൻ, സ്പിരിച്വൽ വിഷൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കൂടെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാകും. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗമല്ല പറയാൻ ആഗ്രഹിച്ചത്, എന്നാൽ ഹല്ലേലൂയ ആ മകൻ ഹല്ലേലൂയ ക്രിസ്റ്റഫർ ഡൽഫിയുടേതായിട്ടുള്ള ആ പാട്ട് പാടിയതായ സന്ദർഭത്തിൽ ഈ വേദഭാഗം എൻ്റെ ഈ തിയോളജിക്കൽ ടേം എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് വന്ന് ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങിയത്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇസയാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ ഹല്ലേലൂയ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തില് ഹല്ലേലൂയ കർത്താവ് ഇരിക്കുന്നതാണ് ഇസയാവ് കണ്ടത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ഇസയാവ് ദൈവസന്നിധിയിൽ കരയുന്നു. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൂതൻ ഹല്ലേലൂയ സെറാഫുകളിൽ ഒരുത്തൻ ഹല്ലേലൂയ ആ കൊടിലുകൊണ്ട് ആ സ്വർഗത്തിലെ ഹല്ലേലൂയ ആൾട്ടറിൽ നിന്നും ഹല്ലേലൂയ
തീ കഷ്ണം കൊണ്ട് ഹല്ലേലൂയ അവന്റെ ചിറയിൽ അവന്റെ ലിപ്സിൽ വെക്കുകയും അവന്റെ അധരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതിനെപ്പറ്റി എബ്രായ ലേഖനകർത്താക്കളൊക്കെ, ഞാൻ ഹിബ്രൂസിനെ പറ്റിയല്ല പറയുന്നത്, എബ്രായ എഴുത്തുകാർ ഹല്ലേലൂയ ഇശയ്യാവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഇശയ്യാവിനെ പറ്റിയുള്ള എഴുത്തുകളിൽ താൻ ഹല്ലേലൂയ ദർശനം പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് ഹല്ലേലൂയ വീണ്ടും ജീവിച്ചതായ കാലയളവിൽ ഹല്ലേലൂയ തന്റെ ലിപ്സിൽ ഒരു പാടുണ്ടായിരുന്നുവെന്നാണ്. ഹല്ലേലൂയ തന്റെ അധരത്തിൽ ഒരു പാടുണ്ടായിരുന്നു. സ്വർഗീയമായ ഹല്ലേലൂയ ആൾട്ടറിൽ നിന്നും, യാഗപീഠത്തിൽ നിന്നും സറാഫുകൾ കൊണ്ടുവച്ചതായ സ്വർഗീയമായ കനലിനാൽ ഹല്ലേലൂയ ഉണ്ടായതായ ഒരു പാട്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഹല്ലേലൂയ സ്തോത്രം സ്വർഗീയമായ ബിയാറ്റിഫിക് വിഷൻ എന്ന് പറയുന്ന അതാണ്. ഈ ഭൂമിയിൽ അവൻ ജീവനോട് ഇരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെട്ട് അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനം കണ്ട് അവന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ വലിയ ദർശനം പ്രാപിക്കുന്നതാണ് ബിയാറ്റിഫിക് വിഷൻ എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നാം ഉയർക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഹല്ലേലൂയ ഇങ്ങനെയുള്ളതായ വിഷൻ നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത് നമ്മുടെ അകത്തെ കണ്ണങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ നാം ആരെന്ന് നമ്മെ മനസ്സിലാക്കാതിരിക്കുന്നത് ശത്രുവാണ്. നാം ദൈവത്തോടടുത്ത് ചെന്നിട്ട് നമ്മുടെ അകത്തെ കണ്ണിന്റെ കരടുകളൊക്കെ മാറ്റി ഹല്ലേലൂയ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് അദൈവിക ദർശനമുള്ളവരായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം ഹല്ലേലൂയ പുതിയ നിയമത്തിലെ ഹല്ലേലൂയ സ്തോത്രം എത്രയോ തെളിവുകളാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലെ ഹല്ലേലൂയ അതിന്റെ ആദ്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ ഒരു പുരുഷനെ എനിക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു 14 ആണ്ടിന് മുമ്പേ. ആ ആണ്ടുകൾ നാം കണക്ക് കൂട്ടുകയാണ് എങ്കിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് തെർസോസിലെ ഹല്ലേലൂയ എല്ലാരാലും ത്യജിക്കപ്പെട്ട് ഹല്ലേലൂയ ആരും വിളിക്കാതെ താൻ ഒരു വലിയ അപ്പോസ്തലൻ എന്നുള്ളതായ പേരൊന്നുമില്ലാതെ മിഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരുക്കിയതായ ആ ഹിഡൻ ഇയേഴ്സ് ആണ്. പ്രോബബ്ലി അബൌട്ട് 8 to 10 ഇയേഴ്സ് ഹല്ലേലൂയ ആണ് താനെ തന്റെ ഹോം ലാൻഡിൽ തന്നെ ആയിരുന്നത്. ഹല്ലേലൂയ കിലിക്കയിലുള്ളതായ സിനഗോഗുകൾ തന്നെ ഉപേക്ഷിച്ചു, തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു, തന്റെ കുടുംബം തന്നെ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ താൻ കൂടാരങ്ങളൊക്കെ പണിതുകൊണ്ട് ഹല്ലേലൂയ ഈ മഹാൻ എത്രയോ വിദ്യാസമ്പന്നൻ ഗമാലിയേലിന്റെ കീഴ്ക്കൽ നിന്നുകൊണ്ട് ന്യായപ്രമാണം അരച്ചു കുടിച്ചവൻ ഹല്ലേലൂയ ഇങ്ങനെ എല്ലാവരാലും ത്യജിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവിന് അവനെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. അവൻ ഹല്ലേലൂയ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോയി ഹല്ലേലൂയ പിൽക്കാലത്ത് അവനെ ശ്രേഷ്ഠ അപ്പോസ്തലനായി, ജാതികളുടെ അപ്പോസ്തലനായി മാറ്റണമെങ്കിൽ അതിനു മുമ്പ് അവൻ ഒരു സ്വർഗീയ ദർശനം പ്രാപിച്ചിരിക്കണം. ആണ്ടും കാലവും ഒക്കെ ഹല്ലേലൂയ പണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് എക്സാക്റ്റ് ആയിട്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ താൻ തെസ്സലോനിക്കയിലായിരിക്കണം, തെർസോസിലായിരിക്കുമ്പോഴാണ് ഇതുണ്ടായത് എന്ന് ഞാൻ നമുക്ക് തെളിയിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ അത് ഇച്ചിരി സമയമെടുക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം താൻ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇന്ന് ജീവിതത്തിന്റെ കഷ്ടത്തിൽ കൂടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, കർത്താവേ ഞാനിതെങ്ങനെ വഹിക്കും, ഞാൻ എങ്ങനെയാണ് ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്, ഈ രോഗത്തിന്റെ അവസ്ഥയിൽ എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യുവാനായിട്ടിടയായിത്തീരും, ആർക്കുമില്ലാത്ത കഷ്ടതയാണല്ലോ എനിക്ക്. ദൈവത്തിന് നിന്നെ പറ്റി ഒരു പ്ലാൻ ഉണ്ട്. നിന്റെ കണ്ണൊന്നെ തുറക്കുവാൻ ഈ ലോകത്തിലുള്ളതായ മണ്ണാങ്കട്ടയ്ക്ക് പകരമായി നിന്നെ ഉയരത്തിലേക്ക് ഉയർത്തിയിട്ട് ഹല്ലേലൂയ നിനക്ക് സ്വർഗീയമായ ചില വെളിപ്പാടുകൾ പ്രാപിച്ച്, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ച് ദൈവ മക്കൾക്ക് കൊടുക്കത്തക്കവണ്ണം ഹല്ലേലൂയ നിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കേണ്ടതിനു വേണ്ടി നീ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ ഒരുപക്ഷെ കടന്നു പോയെന്നിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചിരുന്നപ്പോൾ അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗീയമായ
വിഷൻ, ഹല്ലേലൂയ, ബിയാറ്റിഫിക് വിഷൻ, ഹല്ലേലൂയ, അതായിരിക്കണം ഹല്ലേലൂയ 2020 ഒരു സ്പിരിച്വലായി എന്റെ ഹൃദയത്തിന്റെ കണ്ണ് ഒന്ന് തുറക്കണമേ എന്നുള്ളതായിരിക്കണം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം മുഴുവനും ബിയാറ്റിഫിക് വിഷനെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തന്നെ പറയുന്നത് ഹല്ലേലൂയ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, ഹല്ലേലൂയ, അപ്പോകലിപ്സിസ്, മറമാറ്റി കാണിക്കുന്നു. വെളിപ്പാട് എന്നുള്ളതിന്റെ ഗ്രീക്ക് നാം നോക്കുമ്പോൾ അപ്പോകലിപ്സിസ് എന്നാണ്. ഹല്ലേലൂയ. അപ്പോ എന്ന് പറയുമ്പോൾ മാറ്റുക, കലിപ്പിയ എന്ന് പറയുമ്പോൾ വെയില്, ഹല്ലേലൂയ, മറ മാറ്റി, ഹല്ലേലൂയ, കർട്ടൻ മാറ്റി സ്വർഗീയമായ ദർശനങ്ങൾ കാണിക്കുകയാണ്. യോഹന്നാൻ സ്വർഗീയമായ ദർശനങ്ങൾ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ഇന്ന് സമയം കിട്ടുന്നെങ്കിൽ, നിങ്ങൾ ഉറക്കുവാൻ ഇച്ചിരി താമസമുണ്ടെങ്കിൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കണം. ഹല്ലേലൂയ. യോഹന്നാനെ മറമാറ്റി, ഹല്ലേലൂയ, കണ്ടപ്പോൾ ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ സഭയെ പറ്റി കാണുന്നു. 2-3 അധ്യായങ്ങളിലെ സഭയുടെ പ്രസന്റ് സിറ്റുവേഷൻ, പിന്നെ സ്വർഗത്തിലേക്ക് അവൻ എടുക്കപ്പെടുന്നു. 4-5 അധ്യായങ്ങളിലെ 6-ാം അധ്യായത്തിൽ എതിർക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടുകൾ ദൈവം അവന് കൊടുക്കുന്നു. ഹല്ലേലൂയ. അതങ്ങനെ 16-17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ എതിർക്രിസ്തുവിന്റെ ഭാര്യയാകുന്ന മർമ്മം മഹദിയാം ബാബിലോണിനെ പറ്റി വെളിപ്പാട് കൊടുക്കുന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയെ പറ്റിയുള്ള ഒത്തിരി വെളിപ്പാടുകളുണ്ട്. ഹല്ലേലൂയ. ഈ വെളിപ്പാടുകൾക്കൊക്കെ മുമ്പേ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഈ വെളിപ്പാടുകളൊക്കെ ആധിക്യം ഹല്ലേലൂയ പത്മോസ് ദ്വീപിൽ നിന്ന് താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടും വീണ്ടും ഭൂമിയിലേക്ക് വന്നുള്ള വെളിപ്പാടുകളൊക്കെ പ്രാപിക്കുന്നതിന് മുമ്പേ 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ പറ്റി ഹല്ലേലൂയ 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ ഹല്ലേലൂയ പൊന്നിലയങ്കി ധരിച്ച് മാറത്തെ പൊൻകച്ച കെട്ടിയവനായി ഹല്ലേലൂയ 7 നക്ഷത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവിനെ പറ്റിയുള്ളതായ ഒരു വലിയ വിഷൻ, വെളിപ്പാട് അവന് ലഭിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിനെ പറ്റി ഒരു വെളിപ്പാട് നമുക്കുണ്ടാകണം. Who is my savior? എന്റെ രക്ഷകൻ ആരാണ് എന്നുള്ള ആ ഒരു വലിയ വെളിപ്പാട് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ച് എന്നെ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി സ്വന്തം ജീവൻ തന്ന എന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം ഹല്ലേലൂയ നാം മനസ്സിലാക്കണം. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. 1-ാമത്തെ കാഴ്ചപ്പാട് സ്വർഗീയ കാഴ്ചപ്പാടാണ്. ഹല്ലേലൂയ. Behold the Lamb of God that take away the sins of the world. Behold the Lamb of God. 2 കാര്യങ്ങളാണ് യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ ഹല്ലേലൂയ നാം കാണേണ്ടതാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ 1-ാമതായി നാം കാണേണ്ടത് ഹല്ലേലൂയ നമ്മുടെ രക്ഷകനായ ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്നു കിടക്കുന്ന ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രി നാം ഒന്ന് കാണണം. എനിക്കായിട്ടല്ലോ നീ ക്രൂസിൽ മരിച്ചതേ, ഹല്ലേലൂയ സ്തോത്രം. എനിക്കായിട്ടല്ലയോ നിന്റെ വിലാപ്പുറം കുത്തി തുറന്നത്, എനിക്കായിട്ടല്ലയോ നീ തലയിൽ മുൾമുടി ധരിച്ചത്, എനിക്കായിട്ടല്ലയോ നിന്റെ വിലാപ്പുറം അടിക്കപ്പെട്ടത്, എനിക്കായിട്ടല്ലയോ നിന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടത്, എനിക്കായിട്ടല്ലയോ നീ മുഖത്തെ തുപ്പലേറ്റത്, എനിക്കായിട്ടല്ലയോ നിന്റെ രോമങ്ങൾ പറിക്കപ്പെട്ടത്, എനിക്കായിട്ടല്ലയോ നീ നിന്ദകൾ അപമാനങ്ങൾ ഏറ്റത്, എനിക്കായിട്ടല്ലയോ നീ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. We must have the vision, hallelujah, of Christ Jesus as our Savior, നമ്മുടെ രക്ഷകനായിട്ട്. ഹല്ലേലൂയ. പിന്നെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം ദൈവഭക്തിയുടെ മർമ്മത്തെ പറ്റി ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ക്രിസ്തുവിനെ പറ്റിയുള്ളതായ 6-7 പ്രധാന കാര്യങ്ങൾ. ഹല്ലേലൂയ. അവയൊക്കെ വിവരിക്കുവാൻ എന്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ
വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ നാം കാണണം. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങളെ ജയിച്ചവനായി നാം കാണണം. കാൽവറി ക്രൂശിൽ പഴയ പാമ്പായ സാത്താനെ തോൽപ്പിച്ചവനായി നാം കാണണം. ഹല്ലേലൂയ. അവന്റെ തലയെ തകർത്തവനായി നാം കാണണം. വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും കാൽവറിയിൽ തോൽപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയുടെ മേൽ പരസ്യ കോലമാക്കി അവയുടെ ആയുധവർഗത്തെ വാങ്ങിയ നമ്മുടെ കർത്താവായ രക്ഷിതാവിനെ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ നാം കാണണം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കായിട്ടല്ലയോ നീ പങ്കപ്പാടുകളേറ്റത്. നമ്മുടെ കണ്ണം തുറക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിനെ കാണുവാൻ ഈ 2020 എന്റെ കർത്താവുമായിട്ട് നടക്കുന്നൊന്ന് കാണുവാൻ എനിക്കിടയാക്കണമേ എന്ന് നമുക്ക് 100 മെസ്സേജുകൾ ഉണ്ടാക്കാവുന്നതായ ഒരു സബ്ജക്റ്റാണ് സ്പിരിച്വൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ചില കാര്യങ്ങൾ ഞാൻ അങ്ങ് ടച്ച് ചെയ്ത് അങ്ങ് ഓടിപ്പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ സ്പിരിച്വൽ ഇൻസൈറ്റിനെ പറ്റിയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എഴുതിയിരിക്കുന്നത്. 1000 ദൈവദാസന്മാർ മനോഹരമായ ഭാഷയിലെ 1000 പ്രസംഗങ്ങൾ പ്രസംഗിച്ചാലും തീരാത്ത മനോഹരമായ വിഷയമാണ് ഹല്ലേലൂയ നമ്മുടെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് വേണം. എനിക്ക് വേണ്ടി എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന കർത്താവെ, അവിടുത്തെ നാമത്തിൽ ഞാൻ എന്ത് ചോദിച്ചാലും ഹല്ലേലൂയ എനിക്ക് വിടുതൽ വരും. നിങ്ങളുടെ എന്റെയും അകത്തെ കണ്ണൊന്ന് തുറക്കണം. ഹല്ലേലൂയ. നമ്മുടെ സാറ്റിസ്ഫാക്ഷന് തുറന്നാ പോരാ, കർത്താവ് എന്തൊന്ന് ഉദ്ദേശിച്ചുവോ അതുപോലെ തുറന്നാൽ നമ്മുടെ രോഗബന്ധനങ്ങളൊക്കെ അതൊക്കെ അങ്ങ് ചണനാര് പോലെ അങ്ങ് അഴിഞ്ഞു മാറിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊക്കെയും പറ്റിയിരിക്കുന്ന അബദ്ധമെന്ന് പറയുന്നത് ഹല്ലേലൂയ ഈ ദൈവീക കാഴ്ചപ്പാടുകൾ ഹല്ലേലൂയ ദൈവകൃപയിൽ നാം പ്രാപിക്കുമ്പോൾ അത് എന്റെ മിടുക്കുകൊണ്ടൊന്നും അല്ലെന്നും ഹല്ലേലൂയ അത് ഞാൻ വളരെ കൃപയോടുകൂടെ സൂക്ഷിക്കേണ്ടവനാണ് എന്നും ഉള്ള ചിന്ത നമുക്കുണ്ടാകണം. ആ ഭാഗം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സാംസനെയാണ്. ശിംശോൻ. ഹല്ലേലൂയ. സ്തോത്രം. ശിംശോൻ ഹല്ലേലൂയ 4 പെണ്ണുങ്ങളുടെ പുറകെ പോയത് നമുക്കറിയാം. ഹല്ലേലൂയ. 4 പ്രാവശ്യമാണ്. ദ 4th ടൈമാണ് അവന്റെ കണ്ണന്തമായി പോയത്. അതുവരെയും കർത്താവ് അവന് ഗ്രേസ് കൊടുക്കുകയായിരുന്നു. 1, 2, 3, 4 ദലൈല ഹല്ലേലൂയ അവന്റെ കണ്ണ് കുത്തുപൊട്ടിക്കത്തക്കവണ്ണം ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ തലമുടിയൊക്കെ ഹല്ലേലൂയ അവന്റെ നാസറേയനായിട്ടുള്ളതായ സമർപ്പണം ദൈവം അവനോട് എന്ത് കൽപ്പിച്ചത് എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ ദൈവ കൃപയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമ്മുടെ കാഴ്ചപ്പാടിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ശിംശോന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത്. ഹല്ലേലൂയ. സ്തോത്രം. ശിംശോന്റെ കാഴ്ച നഷ്ടപ്പെടുവാൻ കാരണം കൂടെ ദൈവത്തിന്റെ വാണിംഗ് കേട്ടിട്ടും കൂടെ ദൈവം അവനോട് ക്ഷമിച്ചിട്ടും ഹല്ലേലൂയ അതിനെയൊക്കെ നിരസിച്ചുകൊണ്ട് ജഡത്തിൽ ആശ്രയിച്ച് അവന് തോന്നിയ വണ്ണം പോയപ്പോൾ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം. സാത്താൻ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ഹൃദയത്തിന്റെ കണ്ണ് കുരുടാക്കുന്നത് ആരാ? സാത്താനാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളില് ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ദൈവമാകുന്ന സാത്താൻ ഹല്ലേലൂയ. സ്തോത്രം. ജീവനുള്ള ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം ഹൃദയത്തിന്റെ കണ്ണ് കുരുടാക്കുന്നു. അപ്പോൾ സാത്താന്റെ ജോലി നമ്മുടെ കണ്ണുകളെ കുരുടാക്കുക എന്നുള്ളതാണ്. അവൻ ഈ ഒരു വെയില് അങ്ങിടുകയാണ്. അത് ഈ ലോകത്തിലൊക്കെ അവൻ ഇടുകയാണ്. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയാണ് സാത്താൻ. അപ്പോൾ ഈ സ്വർലോകത്തിലെ ഹല്ലേലൂയ ആകാശ മണ്ഡലങ്ങളിൽ അവനൊരു വെയിലിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേൽ എന്ന ഭക്തൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് പോലും അവന്റെ പ്രാർത്ഥനയെ 21 ദിവസം തടഞ്ഞവനാണ് ഈ ദുഷ്ടനായ പിശാച്. എന്നാൽ അവനെ ജയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? അവന്റെ വെയിലിന്റെ
മുകളിലായി അവന്റെ വെയിലിന്റെ കീഴെയുമായി ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ നാം വസിക്കണം. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കണം. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും എന്ന് പറയണം. ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയണം. അവിടുത്തെ തൂവലുകൾ കൊണ്ട് നാം മറക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നമുക്ക് പേടിപ്പാനില്ല. നമുക്കറിയാമോ, മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കൾ ചെങ്കടലൊക്കെ കടന്ന് ഹല്ലേലൂയ ഖാദേശ് ബർന്നയിൽ വന്നപ്പോൾ ഹല്ലേലൂയ ലെസ് ദാൻ 2 years ആയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ കാരണം തന്നെ അത്രയും ആകത്തില്ലായിരുന്നു. ഹല്ലേലൂയ സീനായി മലയിൽ നിന്നും കാദേശ് ബർന്നയിൽ വരാൻ ഉള്ളി 11 ദിവസത്തെ വഴിയെന്നാണ് മോശ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ വളരെ ഫാസ്റ്റ്. കാദേശ് ബർന്ന എന്ന് പറയുന്നത് ബോർഡർ ഓഫ് ദ പ്രോമിസ് ലാൻഡ്. പിന്നെ ജോർഡാൻ കടന്ന് അങ്ങ് പോകാന്നുള്ളതാണ്. അവിടെ നിന്നാണ് 40 ഹല്ലേലൂയ ദിവസത്തെ ഒറ്റുനോക്കലിന് വേണ്ടി 12 പേരെ അയക്കുന്നത് ഓരോ ഗോത്രത്തിൽ നിന്നും. അവർ മടങ്ങി വന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ ഈ പ്രോമിസ് ലാൻഡ് എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞതുപോലെ മനോഹരമാണ്. അത് പാലും തേനും ഒഴുകുന്നതുമാണ്. നോക്കുക ഹല്ലേലൂയ ഈ മനോഹരമായ ഫലങ്ങളൊക്കെ അവിടെ നിന്നുള്ളതാണ്. പക്ഷെ ദോഷം അമാലേക്യർ അവിടെയുണ്ട്. അവർക്ക് വലിയ പട്ടണങ്ങളുണ്ട്, അവർക്ക് വലിയ യുദ്ധ സാമഗ്രികളുണ്ട്. അവർക്ക് ചുറ്റും പറഞ്ഞിരിക്കുന്ന ആവർത്തന പുസ്തകത്തിലും നമ്പേഴ്സ് 13-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് വലിയ മതിലുകളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ജനത്തെ കലഹിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എന്ത് പറ്റി? 40 വർഷത്തോളം അവർ മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടന്നു. കാരണം എന്നാണെന്നറിയാമോ? പുറമേയുള്ള കണ്ണുകൊണ്ട് അവർ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. പുറമേയുള്ള കാഴ്ചപ്പാട് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. യോശുവയെ പോലെയോ കാലേബിനെ പോലെയോ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിനോട് പറ്റിച്ചേർന്ന് ഹല്ലേലൂയ ഈ മതിലുകളൊന്നും ഒരു ഇഷ്യൂ അല്ല. ഹല്ലേലൂയ ഈ രോഗങ്ങളൊന്നും ഒരു ഇഷ്യൂ അല്ല. ഹല്ലേലൂയ അമാലേക്കിന്റെ ശക്തിയൊന്നും ഒരു ഇഷ്യൂ അല്ല. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ, യുദ്ധവീരൻ എന്നോട് കൂടെയുണ്ടെങ്കിൽ, സൗഖ്യദായകൻ എന്നോട് കൂടെയുണ്ടെങ്കിൽ, എന്നെ വീണ്ടെടുക്കുന്നവൻ എന്നോട് കൂടെയുണ്ടെങ്കിൽ, എനിക്ക് ജീവൻ തന്നവൻ എന്നോട് കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കണം. ഹല്ലേലൂയ. 2020 ഹല്ലേലൂയ നമുക്ക് സമൃദ്ധിയായിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കണം. നമ്മുടെ കർത്താവിനെ കാണേണ്ടവണ്ണം കാണണം. ഹല്ലേലൂയ സ്തോത്രം. അതിപ്പോൾ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഹല്ലേലൂയ. യിശയ്യാവിനെ പോലെ, ഹല്ലേലൂയ സ്തോത്രം, യോഹന്നാനെ പോലെ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ, ഭക്ത ശിരോമണികളെ പോലെ, പത്രോസിന്റെ ദർശനങ്ങൾ നാം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്നില്ലേ? ഹല്ലേലൂയ. വലിയ വെളിപ്പാടുകൾ. ഹല്ലേലൂയ. അന്നത്തെ കാലത്തെ ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി തീർന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. വെളിപ്പാടുകൾ കൊണ്ടാണ്, ദർശനങ്ങൾ കൊണ്ടാണ്, ഉൾക്കാഴ്ച കൊണ്ടാണ് അവർ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവേ എന്നെ നടത്തണമേ, എന്റെ കുഞ്ഞുങ്ങളെ നടത്തണമേ, എന്റെ കുടുംബത്തെ നടത്തണമേ, എന്റെ ദേശത്തെ നടത്തണമേ, എന്റെ സഭയെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുട്ട് ഭയങ്കരമാണ്. ഹല്ലേലൂയ. ഇരുട്ട്. ഹല്ലേലൂയ സ്തോത്രം. 105-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യം നിങ്ങൾ വായിക്കണം. കൂരിരുട്ട് മിസ്രയീമിൽ വരുവാനുള്ള കാരണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവോടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവീക ആലോചനയോടെ അവർ മത്സരിച്ചതുകൊണ്ട്, അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ് അവർക്ക് കൂരിരുട്ടുണ്ടാകുകയും ഗോശേനിൽ മഹാവെളിച്ചവുമായിരുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം നമുക്കറിയാം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടു ജാതികളെയും മൂടുകയാണ്. എന്നാൽ നിന്റെ മേൽ ദൈവത്തിന്റെ പ്രകാശം ഉദിച്ചിരിക്കുകയാണ്. നിന്റെ കണ്ണുകളൊന്ന് തുറക്കെ. വെളിപ്പാട് സക്കറിയാ പ്രവചനം 12-ാം അധ്യായത്തിലെ എനിക്കൊന്നതിന്റെ 3-4 വാക്യങ്ങളിലാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ കണ്ണുകളെ തുറക്കുകയാണ്. അവരുടെ പുറമേയുള്ള കണ്ണുകൾക്ക് അപ്പുറമായി ഹല്ലേലൂയ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് എതിർ ക്രിസ്തുവിന്റെ കാലത്തിന്റെ അന്ത്യത്തിങ്കൽ ഹല്ലേലൂയ കണ്ണുകൾ തുറന്ന് അവർ കുത്യവങ്കലേക്ക് നോക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവേ
Open my eyes, O Lord, that I want to see you. I want to see you more. I want to see you high and lifted up. Hallelujah. നീ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ. എനിക്കൊരു സിംഹാസനത്തിനല്ല കർത്താവേ, എനിക്കൊരു സ്ഥാനത്തിനല്ല കർത്താവേ, എനിക്ക് ചിലത് വെട്ടിപ്പിടിക്കാനല്ല കർത്താവേ, നീ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണം കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് വിടുതൽ ഉണ്ടാകട്ടെ. 2020 ഈ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ രോഗങ്ങൾ അഴിഞ്ഞു മാറും. എന്ത് വലിയ രോഗങ്ങളാണെങ്കിലും അത് വിട്ടുമാറും. ഹല്ലേലൂയ. എന്ത് വലിയ ബന്ധനമാണെങ്കിലും ഹല്ലേലൂയ അത് ചണനാര് പോലെ വെന്തുരുകി മാറും. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടൻ ദൈവസന്നിധിയിൽ ഉരുകി പോകുന്നു. എന്ത് ബന്ധനമാണ് സാത്താൻ നമുക്കിടാൻ പോകുന്നത്? ഒക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കൊരു കാഴ്ചപ്പാട് വേണം. 2020 we must have a spiritual insight. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ വിരമിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവവചനം കേട്ടെ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമേ. എനിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉൾക്കാഴ്ചയുള്ളവരായി തീരുവാനിടയാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണിനെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവിനെ കാണേണ്ടവണ്ണം കാണുവാൻ ഒരു ബിയാറ്റിഫിക് വിഷനെ, ഒരു ഹെവൻലി വിഷനെ ഞങ്ങൾക്ക് തെരുമാറാകണമേ. ഈ ലോകത്തിന്റെ മണ്ണാങ്കട്ടയുടെ പിന്നാലെയല്ല, ഞങ്ങളുടെ കർത്താവിനെ പൂർണ്ണമായി സേവിച്ചുകൊണ്ട് കർത്താവ് എന്തൊന്നിനായി ഞങ്ങളെ വിളിച്ചുവോ, വിളിയാലുള്ള ആശ ഇന്നൊന്ന് മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് മുമ്പോട്ട് പോകുവാനിടയാക്കണമേ. 2020 ഞങ്ങളുടെ വിജയത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും സമൃദ്ധിയുടെയും കൃപയുടെയും കൃപാബഹുത്വത്തിന്റെയും വർഷമാക്കി തീർക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ബാധകൾ ഒഴിഞ്ഞു മാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ദേശത്തെ ഹല്ലേലൂയ കെട്ടിയിട്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ വ്യാപാര ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സ്വർഗവും ഭൂമിയും ഒന്നായി ചേർത്തക്കവണ്ണം ഞങ്ങളുടെ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിനുള്ള ശുശ്രൂഷ വെളിപ്പെട്ട് കാണുവാൻ ഏഴകളായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അവിടെയായി സർവ്വഭൂമിയിലും പ്രവർത്തിക്കുന്ന ദൈവഭൃത്യന്മാരെയും ഭൃത്യമാരെയും കർത്താവ് കരുത്തിലെടുത്ത് ശക്തമാമണ്ണം ആത്മനിറവോട് ഉൾക്കാഴ്ചയോടുകൂടെ പ്രയോജനപ്പെടുവാനിടയാക്കണമേ. ഇന്ന് രാത്രി വചനം കേട്ടവർക്കായി സ്തോത്രം. ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിടുതല്. ആരെങ്കിലും ബന്ധനം അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. ആരെങ്കിലും മനോദുഃഖത്തിൽ ഇരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ആ ദുഃഖം മാറിപ്പോകട്ടെ. കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കുന്ന കർത്താവെ, അവിടുത്തെ സമൃദ്ധിയിൽ ഞങ്ങളെ വഴി നടത്തേണം. അവിടുത്തെ പാദപീഠത്തിൽ വിശ്രമിപ്പാൻ ഞങ്ങൾക്കിടയാക്കണം. നന്മയ്ക്കായി, വചനത്തിനായി, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു. ആശീർവാദങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ദൈവവചനം കേട്ടവരോടും കേൾക്കുവാൻ പോകുന്നവരോടും ഇപ്പോഴും എപ്പോഴും ഹല്ലേലൂയ ഈ വർഷത്തിന്റെ അവസാനം വരെയും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവിന്റെ സന്നദ്ധയിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതുപോലെ ഹല്ലേലൂയ ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സ്പിരിച്വൽ പെർഫെക്റ്റ് വിഷന്റെയും ദിവസങ്ങളായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ഇറ്റേണിറ്റിയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് ഒരു പെർഫെക്റ്റ് വിഷൻ നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഒരു സ്പിരിച്വൽ 2020 വിഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പുതിയ ഹല്ലേലൂയ ദർശനം പ്രാപിപ്പാൻ തക്കവണ്ണം കേട്ട വചനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ പ്രത്യേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച് അനുഗ്രഹിക്കട്ടെ.
ഹല്ലേലൂയ. കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ രാത്രികാലത്തെ സെഷൻ ലീഡ് ചെയ്ത പ്രിയ തങ്കച്ചാനുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പാട്ടുപാടി സിസ്റ്റർ ബീനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈനിൽ പങ്കെടുത്തുള്ളവരുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നാളെ രാവിലെ വീണ്ടും 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് വീണ്ടും ദൈവസ്ഥാനിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 8:30 മണിക്ക് ഇംഗ്ലീഷ് സെഷനും 9 മണിക്ക് മലയാളം പ്രയർ ലൈനും ഉണ്ടല്ലോ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്.